രാജ്യത്ത് വൻ കോളിളക്കമുണ്ടാക്കിയ മലേഗാവ് സ്ഫോടന കേസിൽ വിധി ഇന്ന്. മുംബൈയിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറയുക. BJP നേതാവ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം 7 പേരാണ് കേസിലെ പ്രതികൾ. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഏതാണ്ട് 17 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. പ്രധാനപ്പെട്ട വിധി വരാനിരിക്കുന്നു. എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അനുജ, രാജ്യത്ത് തന്നെ ഈ ഹിന്ദു ഭീകരവാദം എന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ ചർച്ചയിലേക്ക് വരുന്നത് പോലും ഈ മലേഗാവ് കേസുമായി ബന്ധപ്പെട്ടതാണ്. 2008 സെപ്റ്റംബർ 29-നാണ് മലേഗാവിലെ ഒരു മസ്ജിദിന് സമീപം ഒരു മോട്ടോർ സൈക്കിൾ പൊട്ടിത്തെറിക്കുന്നു. അതിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് കേസ് അന്വേഷിച്ചത് മഹാരാഷ്ട്ര ATS ആണ്. ഹേമന്ത് കർക്കറെ എന്ന ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. പിന്നീട് അടുത്ത മാസം തന്നെ ഒക്ടോബറിൽ തന്നെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള BJP നേതാവ്, മുൻ MP ഒക്കെ ആയ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഒരു ഹൈ പ്രൊഫൈൽ കേസാണിത്. അതിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ മാത്രമല്ല, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കമുള്ള 7 പേരാണ് ഈ കേസിൽ ഇപ്പോൾ വിധി കാത്ത് നിൽക്കുന്നത്, പ്രതികളായിട്ട് ഇപ്പോൾ ഉള്ളത്. പിന്നീട് നവംബർ മാസത്തിൽ ബോംബെ ഭീകരാക്രമണം ഉണ്ടായി. ഹേമന്ത് കർക്കറെ മരിച്ചെങ്കിലും ATS കേസുമായി അതേ കണക്കിന് മുന്നോട്ട് പോയി. 2011 ആ കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. 2018 കുറ്റപത്രം സമർപ്പിച്ചതാണ്. പിന്നീട് നീണ്ട കാലത്തെ ഒരു വിചാരണ നടപടികൾ 5 NIA ജഡ്ജിമാരാണ് ഈ കേസിൽ ഇതുവരെ വിധി കേട്ടത്. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഈ വിചാരണ നടപടികളൊക്കെ പൂർത്തിയാവുന്നു. 330-ലേറെ സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ 40-ലേറെ പേർ മാറി എന്നത് ചരിത്രമാണ്. ഏതായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടെ വിധി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലേഗാവ് സ്ഫോടന കേസിൽ ഇന്ന് മുംബൈയിലെ പ്രത്യേക NIA കോടതി വിധി പറയും. 11 മണിയോടെ വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്.